നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സർക്കാർ പുറപ്പെടുവിച്ച ചില പ്രധാന അറിയിപ്പുകളും മറ്റു ചില പ്രധാന അറിയിപ്പുകളും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ചില പ്രധാന അറിയിപ്പുകളുമാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അനർഹമായി മുൻഗണന വിഭാഗ റേഷൻ കാർഡുകൾ കൈവശം വെച്ചിട്ടുള്ളവർ അതാത് താലൂക്ക് ഓഫീസുമായി ബന്ധപ്പെട്ട് മുൻഗണന വിഭാഗത്തിൽ നിന്നും ഒഴിവാകണമെന്ന് മലപ്പുറം കളക്ടർ അറിയിച്ചു. കൂടാതെ പുതുതായി സർക്കാർ ജോലിയിൽ പ്രവേശിച്ചവർ അവരവരുടെ റേഷൻ കാർഡുകൾ മേലധികാരികളുടെ മുൻപിൽ ഹാജരാക്കണം. മുൻഗണന വിഭാഗത്തിൽ അല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഇനി മുതൽ ശമ്പളം ലഭിക്കുകയുള്ളൂ എന്നും അറിയിച്ചു. അടുത്തൊരറിയിപ്പ്, സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ തുക വിതരണം ഭാഗികമായി തടസ്സപ്പെട്ടിരുന്നു. അടുപ്പിച്ചുള്ള അവധികൾ കാരണമാണ് പെൻഷൻ തുക ഭാഗികമായി തടസ്സപ്പെട്ടതെന്നും വരും ദിവസങ്ങളിൽ തന്നെ പെൻഷൻ തുക എത്തിച്ചേരുമെന്നും സർക്കാർ അറിയിച്ചു. പെൻഷൻ തുക ഇനിയും എത്തിച്ചേരാത്ത ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും വീടുകളിൽ പെൻഷൻ തുക കിട്ടുന്നവർക്ക് സഹകരണ സർക്കാർ ജീവനക്കാർ വഴി വീടുകളിലേക്കും ഉടൻ തന്നെ പെൻഷൻ തുക എത്തുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. മറ്റൊരു പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്ത് മുന്നോക്ക സമുദായ കോർപ്പറേഷൻ വഴി ഭവന സമുന്നതി പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷിക്കാം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുൻഗണന റേഷൻ കാർഡുകൾ ഉള്ളവർക്ക് അപേക്ഷിക്കാം. 2 ലക്ഷം രൂപയാണ് സഹായം. ജീർണാവസ്ഥയിലുള്ള പാർപ്പിടങ്ങൾ പുതുക്കിപ്പണിഞ്ഞ് വാസയോഗ്യമാക്കുക എന്നതാണ് ലക്ഷ്യം. നിലവിൽ സെപ്റ്റംബർ 30 ആയിരുന്നു അവസാന തീയതി. അത് നീട്ടി ഒക്ടോബർ 8 വരെ ആക്കിയിട്ടുണ്ട്. അപേക്ഷ ഫോറത്തിന് മറ്റു വിവരങ്ങൾക്കും കമന്റ് എന്ന് രേഖപ്പെടുത്താം. അതല്ല എങ്കിൽ അക്ഷയ കേന്ദ്രം വഴിയോ ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴിയോ ജനസേവന കേന്ദ്രങ്ങൾ വഴിയോ നിങ്ങൾക്ക് സഹായം തേടാവുന്നതാണ്. സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം 4/10/2025 ശനി മുതൽ ആരംഭിച്ചു. കൂടാതെ BPL മുൻഗണന വിഭാഗത്തിലേക്ക് റേഷൻ കാർഡ് മാറ്റുന്നതിനുള്ള അപേക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അർഹരായിട്ടുള്ള എല്ലാ APL റേഷൻ കാർഡ് ഉടമകളും അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കുമ്പോൾ വേണ്ട രേഖകൾ എന്തെല്ലാമാണെന്ന് ഞാൻ മുൻപ് ചെയ്ത വീഡിയോയിലുണ്ട്. വീഡിയോ കാണാൻ ശ്രമിക്കുക. ശ്രദ്ധാപൂർവം അപേക്ഷകൾ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഇത്തരം പുതിയ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഏറ്റവും പുതിയ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്.